ലോകത്തിലും സൗഭാഗ്യവാനായി കൊണ്ട് മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമുണ്ട്. അത് നൽകേണ്ടത് റഹ്മാനായ റബ്ബാണെങ്കിൽ അത് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്നതാണ് സത്യം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മളെ ഒരു 5 വരി പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആ ഒരു പ്രാർത്ഥന എന്റെയും നിങ്ങളെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന ശരിക്കും ഓരോ വാചകങ്ങളും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. ഓരോ വാക്കും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഏതാ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എന്റെ സംരക്ഷണവും കാര്യങ്ങളുടെ അവലംബവുമായ എന്റെ മതത്തെ എനിക്ക് നീ നന്നാക്കി തരണേ എന്ന്. ഒന്നാമത്തെ കാര്യം അത്. 5 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണേ എന്നാണ്. സഹോദരങ്ങളെ, ദീനാണ് നമുക്ക് ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത്. ഇഹലോകത്തിലെ സംരക്ഷണവും ദീനാണ്. എന്താ ഇഹലോകത്തിലെ സംരക്ഷണം എന്ന് പറഞ്ഞാല്? ഏറ്റവും മോശമായ, ഏറ്റവും നെറികേടുള്ള എല്ലാ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് ഏതാണ്? അള്ളാഹുവിന്റെ ദീനാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്തിൽ നിന്നും നമ്മളെ കാക്കുന്നത് ഏതാണ്? നമ്മുടെ ദീനാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീൻ എന്ന് പറയുന്നത് അവനക്കൊരു ഇസ്മത്താണ്, വല്ലാത്തൊരു സംരക്ഷണ കവചമാണ്. ആ സംരക്ഷണ കവചമായി എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചേ പറ്റൂ സുഹൃത്തുക്കളെ. കാരണം ഈ ദീനിൽ നിന്നും ഏത് സമയത്തും ഔട്ടായി പോകുന്ന വിശ്വാസ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ പോലും നമ്മൾ കേട്ട വാക്ക്, പിന്നെ ഏതൊരു ശൈഖ് അത് അള്ളാഹു ആണ് എന്ന് ഇനി നിങ്ങൾക്കൊരു സംശയം വേണ്ട എന്നാണ്. CM മടവൂരിനെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ അവനോട് നീ പറയണം, അവൻ അള്ളാഹു ആണ് എന്ന് പറയുന്നിടത്തേക്ക് വല്ലാഹുൽ മുസ്തആൻ ആളുകൾ എത്തിയ നരകാവകാശിയുടെ എല്ലാവിധ വിശ്വാസ വ്യതിയാനങ്ങളും പേറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു പോരണമെങ്കിൽ പടച്ചോ നമ്മളണ്ട് രക്ഷപ്പെടുത്തണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലാൻ നമുക്ക് കഴിയണം. ഈ മതത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ 2 കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന്, ശിർക്കിൽ നിന്നുള്ള സംരക്ഷണം തന്നെയാണ്. അത് ആരെ തരേണ്ടത്? അത് പടച്ചോണ്ട് തരണം. ശിർക്കിലേക്ക് നമ്മളെ നയിക്കുന്ന വിശ്വാസ വ്യതിയാനങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് സംശയിച്ചു നിന്നാൽ പക്ഷേ നമ്മുടെ ദീനൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോകാൻ മാത്രമുള്ള സംശയങ്ങളുടെ നിഴലിലാണ് പലപ്പോഴും ദീനുള്ളത്. അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് ശരിയായ അഖീദയിൽ മരണം വരെ ഉറച്ചു നിൽക്കണമെങ്കിൽ റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി കൊണ്ട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഒന്ന് ശിർക്കിൽ നിന്നുള്ള സംരക്ഷണമാണ്. രണ്ടാമത്തത് പിന്നെ ബിദ്അത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. കാരണം അള്ളാഹു ദീന് കൊണ്ട് ഒരു മനുഷ്യർക്ക് വിജയം നൽകുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞ ഇത്തിബാഉ റസൂൽ. നമുക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്താൽ ദീനാവില്ല. ദീനാകണോ അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ അള്ളാഹിന്റെ റസൂലിന്റെ മാതൃകയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യാനും പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകണമെങ്കിൽ അത് ചോദിക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ വാക്ക് അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി എന്നാണ്. രണ്ടാമത്തെ വാക്ക് എന്താണെന്ന് അറിയാം? രണ്ടാമത്തെ വാക്ക് വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി. ഞാൻ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, മരണം വരെ എനിക്ക് ജീവിച്ചു തീർക്കാനുള്ള ഈ ഇഹലോകം ഉണ്ടല്ലോ പടച്ചോനെ, ഇഹലോകം എനിക്ക് നീ നന്നാക്കി തരണേ എന്നുള്ളതാണ്. മഹാഭൂരിഭാഗം വരുന്ന ആളുകളും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇഹലോകത്തെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരു വിശ്വാസി അത് മറന്നിട്ടില്ല. ഒരു വിശ്വാസിനോട് അത് മറക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ദുനിയാവ് നിങ്ങൾക്ക് നേടണ്ടെന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചോളിന്നാ പറഞ്ഞിട്ടുള്ളേ. ചോദിക്കണം സുഹൃത്തുക്കളെ. എന്താണ് ഈ ദുനിയാവിൽ റഹ്മാനായ റബ്ബ് നമുക്ക് നന്നാക്കി തരേണ്ടത്? ഒന്നെന്താണെന്നറിയാം, പണ്ഡിതന്മാരെ വിശദീകരിച്ചു. ഒരു ഹലാലായ സമ്പാദ്യമാണ്. 10 പൈസ പോലും ഒരാളി പറ്റിക്കാത്ത, ഹറാമിന്റെ ഒരു പൊടി പോലും കളരാത്തൊരു സമ്പാദ്യം സുഹൃത്തെ, അത് നേടാനായത് വല്ലാത്തൊരു ഗിഫ്റ്റാണ് പടച്ചോൻ നമുക്ക് തരുന്ന സംഗതിയാണ്. ഹലാലായ നല്ല ഉപജീവനം, മാന്യമായ സമ്പാദ്യം, ഒരു ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. നല്ലൊരു ഈണ,
കൺകുളിർമയുള്ള നമ്മുടെ മക്കൾ, ജീവിതത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന എന്തിലും ഒരു ബറക്കത്ത് കിട്ടുക. സമയത്തിൽ, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, വാഹനത്തിൽ, എല്ലാത്തിലും റഹ്മാനായ റബ്ബ് നമുക്ക് ബറക്കത്ത് നൽകുക ഈ ലോകത്തിലെ നന്മയാണ്. നമ്മുടെ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പടച്ച് നമുക്ക് ഒരുക്കി തരിക. ചില ആളുകൾക്ക് ഒരു ജോലി കിട്ടിയതായിരിക്കും അവന്റെ ദീന് നഷ്ടപ്പെടാനുള്ള കാരണം. പടച്ചോനെ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് നീ നൽകരുതേ എന്നാണ്. ദീനിനെ ബലിയാടാക്കിയിട്ടുള്ള ഒരു ഇഹലോകം എനിക്ക് നീ നൽകരുതേ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വലാ തജ്അൽ ഫിത്നതനാ ഫീ ദീനിനാ, അല്ലാഹുവേ എന്റെ ദീനിൽ നീ ഒരു ഫിത്ന ഉണ്ടാക്കരുതേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കണം. പിന്നെയും പണ്ഡിതന്മാർ പറഞ്ഞു, ആഫിയത്ത് ഇഹലോകത്തിലെ നന്മയാണ്. ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആഫിയത്തോട് കൂടുതൽ ദീർഘായുസ് നമുക്ക് കിട്ടണം, നല്ലൊരു ആഫിയത്ത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഉള്ളതിൽ തൃപ്തിയടയാനുള്ള ഒരു മനസ്സ്, ഉള്ളതിൽ തൃപ്തിയടയാനുള്ള ഒരു മനസ്സ്, അത് ഇഹലോകത്തിലെ നന്മയാണെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെന്താ അറിയോ, നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായൊരു മനസ്സ്. അത് ഇഹലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വഅസ്ലിഹ് ലി ദുനിയായല്ലതി ഫീഹാ മആശി, എന്റെ ഐഹിക ജീവിതമുള്ള ഈ ഇഹലോകത്തെയും റബ്ബേ എനിക്ക് നീ നന്നാക്കി തരണമേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലൊരു ജീവിത, സൗഭാഗ്യകരമായ ജീവിതം മരിക്കുവോളം ജീവിച്ചു തീർക്കാനുള്ള ഈ ജീവിതത്തിൽ എല്ലാവിധ ഹൈറുകളും എനിക്ക് നൽകണേ എന്ന വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, ഒരാൾ മുസ്ലിമായി, വറുസിക കഫാഫൻ, അവനിക്ക് ആവശ്യമായ രൂപത്തിലുള്ള റിസ്ക് നൽകപ്പെട്ടു, വകന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, ആ നൽകപ്പെട്ട ഒന്നിൽ റഹ്മാനായ റബ്ബ് ഒരു മനസ്സംതൃപ്തി കൂടെ ഒരു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ദുനിയാവ് നമുക്ക് വേണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? മൂന്നാമത്തെ കാര്യം പ്രവാചകൻ പ്രാർത്ഥിച്ചത്, വഅസ്ലിഹ് ലീ ആഖിറത്തില്ലതി ഫീഹാ മആദി, അല്ലാഹുവേ ഞാൻ മടങ്ങി ചൊല്ലേണ്ട എന്റെ പരലോകം കൂടെ എനിക്ക് നീ നന്നാക്കി തരണേ എന്നാണ്. ഞാൻ മടങ്ങി ചെല്ലാൻ പോകുന്ന പരലോകം പടച്ചോനെ നീ എനിക്ക് നന്നാക്കി തരണേ എന്നാണ്. സഹോദര, എപ്പോഴാണ് നമ്മുടെ പരലോകം തുടങ്ങുന്നത്? നമ്മുടെ പരലോക ജീവിതം തുടങ്ങുന്നത് നാം മരണത്തെ കാണുന്ന അന്ന് മുതലാണ്, അല്ലേ? മലക്കുൽ മൗത്തും സംഘത്തെയും എപ്പോൾ ഏത് നിമിഷത്തിൽ കണ്ടുമുട്ടേണ്ടി വരുന്നുവോ അവിടെ മുതൽ നാം തുടങ്ങുകയാണ് നമ്മുടെ പരലോക ജീവിതം. അവിടുന്ന് അങ്ങോട്ട് എന്തെല്ലാം പരീക്ഷണ ഘട്ടങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ സഹോദര നമ്മുടെ കൂടെ ആരുമില്ല, ഒറ്റക്കാണ് യാത്ര. ഇതുവരെ കൂട്ടിന് പലരും ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിൽ നമ്മളെ എടുത്തു വെച്ചപ്പോൾ പോലും ഐസിയുവിന്റെ മുറ്റത്തും അതിന്റെ അപ്പുറത്തും ആളുകൾ തടിച്ചുകൂടിയിരുന്നു, അല്ലേ? എവിടം വരെ? ഖബറ് വരെ. ഖബറ് വരെ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ പിന്നെ അവിടെ നിന്നിട്ടുള്ള യാത്രയിൽ നാം ഒരുമിച്ച് ഒറ്റക്കാണ്. അതുകൊണ്ട് സഹോദര, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളെ കാത്ത് ചില പരീക്ഷണങ്ങൾ ഉണ്ട്. ബർസഖി ലോകം പ്രയാസപ്പെടാതിരിക്കുവാൻ ഖബറിലെ പ്രയാസങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖബറിനെ കുറിച്ച് വിശദീകരിച്ചു, ഇന്നമൽ ഖബറു റൗളത്തും മിൻ റിയാൽ ജന്ന, ഒന്നുകിൽ ഖബർ അത് സ്വർഗ്ഗത്തിലെ പൂന്തോപ്പായിരിക്കും, എന്താ, ഒന്നുകിൽ നരകത്തിലെ ഒരു വലിയ കുണ്ടായിക്കൊണ്ടത് മാറുമെന്നാണ്. നരകാഗ്നികളാൽ നിബിഡമായ 6 അടി മണ്ണായിക്കൊണ്ടത് മാറുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബറിൽ നിന്നും രക്ഷപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ഖബറിൽ നമ്മൾ എണീറ്റ് പോകുമ്പോൾ മഹ്ശറിലേക്കാണ് പോക്ക്. മഹ്ശറിൽ നമ്മളെ കാത്തിരിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? സൂര്യന്റെ ചൂട്, അവിടെയുള്ള തിരക്ക്, ഇത് തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ മഹ്ശറിലുണ്ട്. പടച്ചോനെ, ആ മഹ്ശറിയിലെ പ്രയാസങ്ങൾ നമ്മൾ കാക്കണേ എന്നാണ്. പിന്നെ അതിനുശേഷമുള്ള നമ്മുടെ വിചാരണ, അല്ലാഹുവേ വിചാരണ എളുപ്പമാക്കണമേ എന്നാണ് നമ്മൾ ചോദിച്ചത്. സിറാത്ത് പാലത്തിലൂടെയുള്ള നടത്തം, വിശ്വാസികളും മുനാഫികളും മാത്രം നടന്നു നീങ്ങുന്ന ആ യാത്ര വല്ലാത്ത പരീക്ഷണമാണ്. നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ആ സിറാത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മളെ നരകത്തിൽ നിന്നുള്ള പ്രത്യേകതരം കൊളുത്തുകൾ അത് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീക്ക് വേണമെന്നതാണ്.
മാത്രമല്ല സുഹൃത്തുക്കളെ, നാളെ പരലോകത്തെത്തുമ്പോൾ റഹ്ബാനായ റബ്ബ് ഒരുക്കി വെച്ച മറ്റു നിഅമത്താണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്നും ഹൗദുൽ കൗസറിൽ നിന്നും ഒരിർക്ക് വെള്ളം കുടിക്കുക എന്നത്. അത് തടസ്സമാകുന്ന ഒന്നുമില്ലാതിരിക്കുവാൻ പടച്ചോനെ നീ എന്നെ സഹായിക്കണമേ എന്നാണ്. അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് ആദ്യവസരത്തിൽ തന്നെ പ്രവേശനാനുമതി ലഭിക്കുന്ന, ഒരു വിചാരണയുമില്ലാതെ പ്രവേശനാനുമതി ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അതിലൊരു ഇടം എനിക്ക് നീ നൽകണേ എന്നാണ് ആ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ച വാചകം ഇത്രയുള്ളൂ, ഒരു വരിയേ ഉള്ളൂ. അതിന്റെ ആശയം എത്ര വർണ്ണിച്ചാലും വിശദീകരിച്ചാലും തീരുല സുഹൃത്തുക്കളെ. അതുകൊണ്ട് അതേപോലെ തന്നെ ആ സ്വർഗ പ്രവേശനം കഴിഞ്ഞ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗം പങ്കിടുന്ന ആ മനോഹരമായ അവസ്ഥയിലേക്ക് അല്ലാഹുവേ, ആ നിലക്കെന്റെ പരലോകം നീ എനിക്ക് നന്നാക്കി തരണമേ എന്ന നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? വഅസ്ലിഹ് ലീ ആഖിറത്തില്ലതി ഫീഹാ മആദി. പടച്ചോനെ, എനിക്ക് തിരിച്ചു മടങ്ങാനുള്ള ആ പരലോക ജീവിതമുണ്ടല്ലോ, അത് എനിക്ക് നീ നന്നാക്കി തരണമേ എന്നാണ്. ഇങ്ങനെയെല്ലാം വിശാലമായ അർത്ഥങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നാലാമതായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. എല്ലാത്തിനും പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ. എന്താ അത്? ഈ ജീവിതത്തെ പടച്ചോനെ, മരിക്കോളം ഞാൻ ജീവിക്കുമല്ലോ, ആ ജീവിതത്തെ എല്ലാവിധ നന്മകളിലുമുള്ള വർധനവാക്കി നീ അതിനെ മാറ്റിത്തരണേ എന്നാണ്. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ രണ്ട് നിലക്ക് ജീവിക്കാം സുഹൃത്തുക്കളെ. തിന്മകൾ പെരുപ്പിച്ചുകൊണ്ട് നരകാവകാശിയായിക്കൊണ്ട് ജീവിക്കാം. അതല്ല, നന്മകൾ യഥേഷ്ടം കൊയ്തെടുത്ത് നാളെ പരലോക ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പണിയെടുത്തും ജീവിക്കാം. നമ്മൾ റബ്ബിനോട് ചോദിക്കാം, പടച്ചോനെ, നീ എനിക്ക് നൽകിയൊരു ദിവസം ഇന്നിൽ നിന്നും തിരിച്ചു മടങ്ങുമ്പോൾ അതിൽ നല്ലൊരു ശേഖരം പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഒരു അവസ്ഥ അല്ലാഹുവേ നീ എനിക്ക് ചെയ്തു തരണേ എന്നാ സഹോദര, നീ എനിക്ക് ചെയ്തു തരണേ എന്നാണ്. പല ആളുകൾക്കും എന്താ അറിയുങ്ങള്, പല ആളുകൾക്കും നന്മകൾ ചെയ്യാനുള്ള അറിവുണ്ടാവും. ഖുത്ബയെന്ന് കേട്ടിട്ടുണ്ടാവും, ക്ലാസ് എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് പ്രാർത്ഥിച്ചാൽ ഇന്ന ഹയറുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഓർമ്മ വന്നു വളർന്നില്ല. നഷ്ടമല്ലേ സഹോദര? എല്ലാ നന്മകളെ കുറിച്ചും അറിവ് അവനിക്കുണ്ട്, പക്ഷെ ഒന്നും അതിന്റെ സമയത്ത് ഓർമ്മയില്ല. വല്ലാത്തൊരു നഷ്ടല്ലേ അത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കണമെന്നും അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണമെന്നും പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ തൃപ്തി അവനക്ക് ഉണ്ട് എന്ന് അറിയാത്ത ഏതെങ്കിലും മുസൽമാൻ ഇഹലോകത്തുണ്ടോ? എത്ര പേർക്ക് അതിനുള്ള തൗഫീഖ് ലഭിക്കപ്പെടുന്നുണ്ട്? അവിടെയാണ് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മകളെ കുറിച്ച് ഓർമ്മ വരാൻ ചില ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? നന്മകൾ ചെയ്യണമെന്നുള്ള ഓർമ്മയുണ്ടാകും, അവസരം ഉണ്ടാവും, കഴിവുണ്ടാവും, പ്രാപ്തിയും അവസരമൊക്കെ ഉണ്ടാവും, ചെയ്യാനുള്ള മനസ്സ് കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. ഒരു പാവപ്പെട്ടവനെ സഹായിക്കണം എന്ന ഒരു അറിയിപ്പ് വരുന്നുണ്ടാവും, പടച്ചോന്റെ കയ്യിൽ നല്ല ശേഖരം കൊടുത്തിട്ടുണ്ടാവും, അവസരമുണ്ട്, എടുത്തു കൊടുക്കാനുള്ള മനസ്സ് അതുണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. അതിനുള്ള പരിഹാരമാണ് സഹോദര ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന. വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. പടച്ചോനെ, എന്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാ നന്മകളും ചെയ്ത് ഓരോ ദിവസവും നന്മയുടെ ശേഖരണമാക്കി മാറ്റാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണേ എന്ന്, നന്മയിൽ മത്സരിക്കുവാനുള്ള അവസ്ഥ എനിക്ക് നീ നൽകണേ എന്നാണ്, മടിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണേ എന്നാണ്. ഞാൻ ചെയ്തു വെക്കുന്ന നന്മകളെല്ലാം എന്നെന്നും ചെറിയ രൂപത്തിലെങ്കിലും നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണേ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ദിവസം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നന്മകളിലേക്ക് തുന്നിച്ചേർത്ത് വെച്ച് ഒരു സ്വർഗാവകാശിയാകുവാനുള്ള എല്ലാവിധ അവസരങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, നടക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പ്രാർത്ഥന അഭാവമായിരിക്കാം പലതിനും നമുക്ക് തൗഫീഖ് കിട്ടാതെ പോകുന്നതെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണമെന്നതാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്കുള്ള ഹുദവി നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ലഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു
വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അഞ്ചാമതായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. അല്ലാഹുവേ, മരണത്തിന്റെ സമയത്ത്, ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത്, ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് നീ റാഹത്ത് നൽകണേ എന്നാണ്. മരിക്കാൻ പോകുന്ന സമയത്ത് സുഹൃത്തുക്കളെ ഒരു റാഹത്ത് കിട്ടുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം എന്ന് തന്നെ ഒരു റാഹത്താണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയിലൂടെ ഒരു ജനാസ കൊണ്ടുപോരപ്പെട്ടു. പ്രവാചകൻ ജനാസ കണ്ടപ്പോൾ പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു. ഒന്നുകിൽ ഈ മയ്യത്ത് മുസ്തരീഹാണ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം നല്ല റാഹത്ത് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ മുസ്തറാഹുൻ മിൻഹു, ഇവരിൽ നിന്നും പല ആളുകൾക്കും റാഹത്ത് കിട്ടുന്ന അവസരം ഉണ്ടാകുന്നു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല യാ റസൂൽ, എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാ, അൽ അബ്ദുൽ മുഅ്മിനു, ഒരു വിശ്വാസിയായ ഒരു അടിമയാണെങ്കിൽ യസ്തരീഹു മിൻ നസബി ദുനിയ വ അദാഹാ ഇലാ റഹ്മത്തില്ലാ, ദുനിയാവിന്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ആ മനുഷ്യൻ രക്ഷപ്പെടുകയാണ്. ഒരു പക്ഷെ ക്യാൻസറിന്റെ തീക്ഷണമായ വേദനയുടെ മൂർധന്യാവസ്ഥയിൽ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരിക്കും അദ്ദേഹം. ഇനി അങ്ങനത്തെ ഒരു വേദനയില്ലാത്ത ലോകത്താണ് അദ്ദേഹം പോകുന്നത്. ആരാണെങ്കിൽ അൽ അബ്ദുൽ മുഅ്മിനു, അൽ അബ്ദുൽ മുഅ്മിനു, യഥാർത്ഥ കളങ്കമില്ലാത്തൊരു വിശ്വാസിയാണെങ്കിൽ അവന് റാഹത്തുള്ളൊരു യാത്രയാണ് നടത്തുന്നതെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതല്ല വൽ അബ്ദുൽ ഫാജിറു, ഒരു തെമ്മാടിയായ ഒരു മനുഷ്യൻ, ഒരു അടിമയാണെങ്കിലോ, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്, അവനിൽ നിന്നും ആശ്വാസം അവന്റെ വീട്ടുകാർക്ക്, അടിമകൾക്ക്, അല്ലെ, അവന്റെ നാട്ടുകാർക്ക്, എന്തിനേറെ പറയുന്നു അവൻ താമസിക്കുന്ന ഇടങ്ങളിലെ മൃഗങ്ങൾക്കും അതേപോലെ തന്നെ മരങ്ങൾക്ക് പോലും റാഹത്താണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ മരണം അത് റാഹത്തായ മരണമാകണം. ഏതൊരു വിശ്വാസിയുടെ മുമ്പിലും ഏതൊരു മനുഷ്യന്റെ മുമ്പിലും അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരുപാട് ക്ലേശങ്ങളുണ്ട്. ഒന്ന് വല്ലാത്ത ഭയമായിരിക്കും. ആ മലക്കുൽ മൗത്തിനും സംഘത്തെ കാണുമ്പോഴേക്കും ഒരു ഭയം ഉണ്ടാവും. ആ ഭയത്തിൽ നിന്നും സഹോദരങ്ങളെ രക്ഷപ്പെടാൻ മലക്കുകളുടെ പ്രഹരമേറ്റ് പലരും മരിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിശദീകരിച്ചു. ശക്തമായ ദണ്ഡുകളാൽ പ്രഹരിക്കപ്പെടുന്ന ആളുകളുണ്ട്, ആ നിലക്ക് മരിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. അല്ലാഹുവേ, എന്റെ മരണത്തെ നീ അങ്ങനെയാക്കരുത് പടച്ചോനെ. അതാണ് ആ പ്രാർത്ഥന. മാത്രമല്ല അള്ളാന്റെ റസൂല് പറയാ, ഏതൊരു മനുഷ്യന് സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ പോലും, നല്ലോണം ആലോചിക്കണം, സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ പോലും മരണവക്കിൽ പിശാച് വരുമെന്നാണ്. പിശാച് വന്ന് അവനിക്കൊരു റാഞ്ചി എടുക്കലുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അയ്യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്, മരണവക്കിൽ നിന്നും എന്നെ പിശാച് റാഞ്ചി എടുക്കുന്നതിൽ നിന്നും പടച്ചോനെ എന്നെ നീ കാക്കണേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന നമ്മൾ മരിച്ചു എന്ന് ഉറപ്പ് വരുന്ന അവസാന സമയം വരെയും ഉണ്ട് എന്ന് നമ്മളെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നല്ല നിലക്ക് നമുക്ക് മരിക്കാൻ കഴിയണം. നല്ല ആശംസകളാൽ നമ്മളെ മലക്കുകൾ കൊണ്ടുപോകണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ, സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാന്റെ തൃപ്തിയിലേക്ക് ഇറങ്ങി വാ എന്നൊരു സുന്ദരമായ ഒരു അവസ്ഥ കേട്ട് ആശംസയോടുകൂടെ ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം. ആ സുന്ദരമായ ദിനത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസങ്ങളും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് കഴിയണം. മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവസാനത്തെ വാക്ക് ഒരു മനുഷ്യനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് കൊടുത്താൽ ആ മനുഷ്യൻ സ്വർഗ്ഗാവകാശിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതൊക്കെ തൗഫീഖാണ് സുഹൃത്തുക്കളെ, അതൊക്കെ വല്ലാത്ത തൗഫീഖാണ്. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കുക. ഈ പ്രാർത്ഥനയിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു ദിവസം ഒരു വരി പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ജുമുഅക്ക് പടച്ച റബ്ബ് നമുക്ക് ആയുസ് തരികയാണെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കി റാഹത്തോടുകൂടെ അവിടെ വരാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, എത്രയാണ് നമ്മുടെ ആയുസ് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞൊരു ഖുതുബക്ക്
കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ഇവിടെ ഖുതുബ കേൾക്കാൻ നമ്മുടെ കൂടെ, നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നൊരു സഹോദരൻ, അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയില്ല. അദ്ദേഹം ഇന്ന് 6 അടി മണ്ണിൽ കിടക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ പടിയും കടന്നു വരുമ്പോൾ, തിരിച്ചു മടങ്ങുമ്പോൾ, ഞാൻ ഇന്നിറങ്ങുന്നത് എന്റെ ആയുസ്സിൽ അവസാനത്തെ ജുമുഅയാണെന്ന യാഥാർത്ഥ്യം സഹോദര അദ്ദേഹം അറിഞ്ഞില്ല. വല്ലാത്ത തിരിച്ചറിവാണ്. അൽ ആഖിലു മയ്യഅ്തബിറു മിൻ ഗൈരിഹി. മറ്റുള്ളവരിൽ നിന്ന് ഗുണപാഠമെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. ദീനിന്റെ ഒരു വാക്കും ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് വേണ്ടിയാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇരു ലോകത്തിലും ഇൻഷാ അല്ലാഹ് ഏറ്റവും ഉന്നതനായി ഇസ്സത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇരു ലോകത്തിലെയും സൗഭാഗ്യകരമായ അവസ്ഥ നമുക്ക് ഉണ്ടാകണം. ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, റാഹത്തായി, ഉള്ളതിൽ നല്ലൊരു തൃപ്തിയുള്ള, എല്ലാ നിലക്കും ഒരു റാഹത്തിന്, സൗഭാഗ്യത്തിന്റെ അളവുകോലുകളായി എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടി മരിക്കാൻ നമുക്ക് കഴിയും സുഹൃത്തെ. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണെങ്കിൽ, വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണെങ്കിൽ, അതിന്റെ മൂർച്ച നാം മനസ്സിലാക്കാതെ പോയാൽ അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് 5 വരിയെ നമ്മൾ പറഞ്ഞുള്ളൂ. ഒരു ഇരുത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന വാക്കാണ് അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി അല്ലാഹുമ്മ ഇജ്അൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ വജ്അൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. അല്ലേ? അതേപോലെ തന്നെ വഅസ്ലിഹ് ലീ ആഖിറത അല്ലതി ഫീഹാ മആദി. അതുകൊണ്ട് സഹോദര, പ്രാർത്ഥിക്കുക. ചെറിയൊരു ശ്രമമുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു 5 മിനിറ്റ് ഒരു പേനയും കടലാസും എടുത്തിരുന്ന് എഴുതി വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇരു ലോകവുമാണ് നാം നേടാൻ പോകുന്നതെന്ന് സന്തോഷവാർത്ത നമ്മൾ അറിയുക.